നമ്മുടെ കയ്യിലുള്ള പ്ലെയിൻ ആയിട്ടുള്ള ഒരു ചുരിദാറിനെ മെഷീൻ എംബ്രോയിഡറി ചെയ്തിട്ട് എങ്ങനെ ഒരു മനോഹരമായ ലുക്കിലേക്ക് മാറ്റിയെടുക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. ഈ വൈറ്റ് പ്ലെയിൻ ആയിട്ടുള്ള ചുരിദാറിൻ്റെ നെക്കിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ സൈഡിലായിട്ടാണ് നമ്മളിങ്ങനെ വർക്ക് ചെയ്തെടുക്കുന്നത്. ആദ്യം നമുക്ക് റിങ് ഇടാം. അപ്പോൾ സ്റ്റിച്ചഡ് ആയിട്ടുള്ള ഡ്രസ്സിൽ നമ്മൾ ഫ്രെയിം പിടിപ്പിക്കുമ്പോൾ കുറച്ച് റിസ്ക് ഉണ്ട്. ചെറിയ ഫ്രെയിം ഇട്ടിട്ട് ചെയ്യാനേ കഴിയുള്ളൂ. വലിയതിട്ടാൽ നമുക്ക് പരമാവധി സ്റ്റിച്ച് ചെയ്യാൻ കഴിയൂല. അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ സ്റ്റിച്ച് സൈഡൊക്കെ പൊട്ടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ ഇതുപോലെ നെക്കിൽ നമ്മൾ പകുതി ഭാഗമായിട്ടാണ് നമുക്ക് ഈ റിങ് ഇടാൻ പറ്റുള്ളൂ. ഈ ഫ്രെയിം അയഞ്ഞു പോവാതെക്കാൻ വേണ്ടിയിട്ട് നല്ലോണം മുറുക്കി ടൈറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ. അല്ലാതെ നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ളതല്ലല്ലോ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സിലൊക്കെ നമ്മൾ എംബ്രോയിഡറി ചെയ്തെടുക്കുമ്പം നല്ലോണം ടൈറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ചെയ്യണം. ഇതിൽ പ്രത്യേകം ടൈറ്റ് ചെയ്യണം. ഇതിൻ്റെ ചില റിങ്ങിൽ ഫുൾ ഭാഗത്ത് നമുക്ക് തുണി ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ടൈറ്റ് ആക്കണം എന്ന് പറയുന്നത്. പ്ലെയിൻ ആയിട്ടുള്ള ഡ്രസ്സിൽ പിന്നെ നെക്കിലായാലും സ്ലീവിലായാലും ഒക്കെ ചെറിയ രീതിയിൽ വർക്ക് കൊടുത്താലും ഡ്രസ്സിനൊരു പ്രത്യേക ഭംഗിയുണ്ടാവും. അപ്പം നമുക്ക് ഈ നെക്കിൻ്റെ ഈ സൈഡിൽ നമ്മൾ കൊടുക്കണില്ല, ഇവിടെ നല്ലൊരു കട്ടിയാണ്. അപ്പോൾ ഈ സൈഡിലായിട്ടാണ് കൊടുക്കുന്നത്. അപ്പം ഞാൻ റെഡ് കളർ നൂലാണ് എടുത്തിട്ടുള്ളത്, പിന്നെ ഒരു ഗോൾഡനും. ആദ്യം ഗോൾഡൻ കളറിൽ ഒരു ഫ്ലവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് സ്റ്റാറ്റിക് സ്റ്റിച്ചിലാണ് ചെറിയൊരു ഫ്ലവറാണ് ചെയ്തെടുക്കുന്നത്. പ്ലെയിൻ തുണിക്ക് നമ്മളൊരു ഡിസൈൻ തിരഞ്ഞെടുക്കുമ്പോൾ അനുയോജ്യമായ ഒരു ഡിസൈനായിട്ട് തിരഞ്ഞെടുക്കണം. പിന്നെ അതിൻ്റെ കളറ് ഒരു വൈറ്റ് കളറായതുകൊണ്ട് ഏകദേശം അതിന് മാച്ചായിട്ടുള്ള കളർ തന്നെ തിരഞ്ഞെടുക്കണം. വൈറ്റിൽ പിന്നെ ഒരുവിധം എല്ലാ കളറും പോവും. എന്നാലും പിന്നെ ഒരു പെട്ടെന്ന് ഒരു ഷോ കിട്ടുന്ന കളറാകുമ്പോൾ ഒരു ഭംഗിയുണ്ടാവും. ഇതാവുമ്പോൾ ഞാൻ ഗോൾഡനും റെഡ് കളറുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സെൻട്രലായിട്ട് ഇങ്ങനെ ഒരു ഫ്ലവറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ റണ്ണിങ് സ്റ്റിച്ച് ഇട്ടിട്ട് മുകളിലോട്ട് പോയിട്ട് കുറച്ച് ലീഫുകളാണ് കൊടുക്കുന്നത്. ഇത് റെഡ് കളറിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു സെൻറ്ററിൽ ഒരു ലീഫും സൈഡിൽ കുറച്ച് ലീഫും അങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ട് സൈഡിലും കൂടി ആയിട്ടാണ് ലീഫ് സ്റ്റിച്ച്. നമ്മൾ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന വർക്കുകളാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇതുപോലെ ഒരു ചെറിയ വർക്ക് ചെയ്താലും ഡ്രസ്സിന് നല്ല ഭംഗി വരും. അപ്പം നമുക്ക് അടുത്ത വീഡിയോകളിലൊക്കെ ഓരോ വർക്ക് ചുരിദാറിലായാലും ഷർട്ടിലായാലും സാരിയിലായാലും അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റിയ സിമ്പിൾ വർക്കും അങ്ങനെ എല്ലാ വർക്കുകളുമായിട്ട് വരും വീഡിയോകളിലും ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നൂല് പൊട്ടും. അപ്പോൾ നമ്മൾ അടുത്ത നൂലിടും. ആ നൂല് അപ്പം തന്നെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫിനിഷിങ്ങോടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. നല്ല ഭംഗിയും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഡിസൈൻ എങ്ങനെയാ വെച്ചാൽ റണ്ണിങ് സ്റ്റിച്ചിൽ പോയിട്ട് മുകളിലെത്തുമ്പം 3, 2, 1, 0 അങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. 3 എന്നാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ടത് സ്റ്റിച്ചിങ് എല്ലാ സൈഡിലും കഴിഞ്ഞതിന് ശേഷം സെൻറ്ററിൽ നമ്മൾ 2 വിഡ്ത്തിലാണ് നമ്മൾ സ്റ്റിച്ചിട്ട് കൊടുക്കുന്നത്. അതേ രീതിയിൽ അടുത്തതും ചെയ്തെടുക്കാം.
അപ്പോൾ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇതിൽ കുറച്ച് ബീഡ്സ് വർക്കൊക്കെ കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. ഞാനിപ്പോൾ ബീഡ്സ് വർക്ക് കൊടുക്കുന്നില്ല. വളരെ ലളിതമായി വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള എംബ്രോയ്ഡറി വർക്ക് കൂടുതൽ കാണാൻ വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കല്ല. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.